മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ ഈ ഓഡിയോയ്ക്കകത്ത് നോക്കാൻ പോകുന്നത്. തേർഡ് വേൾഡ് സിനിമ, ഡോക്യുമെൻ്ററി ഫിലിംസും ഡോക്മേ 95 ആണ് നോക്കുന്നത്. തേർഡ് വേൾഡ് സിനിമ അല്ലെങ്കിൽ തേർഡ് സിനിമ എന്ന് പറയുന്നത് തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്നുള്ള ഫിലിംസിനെ അല്ലെങ്കിൽ സിനിമാറ്റിക് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ തേർഡ് വേൾഡ് സിനിമ ഓർ തേർഡ് സിനിമ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സിനിമകൾ, അതാണ് തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോളിവുഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സിനിമ എന്നാണ് പറയുന്നത്. യൂറോപ്യൻ ഫിലിംസിനെ സെക്കൻഡ് സിനിമ എന്ന് പറയുന്നു. അപ്പോൾ തേർഡ് വേൾഡ് ഫിലിംസ് എന്ന് പറയുമ്പോൾ ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സിനിമാസ് അല്ലെങ്കിൽ സിനിമാറ്റിക് മൂവ്മെൻറ്റ്സ്, അതിനെയാണ് നമ്മൾ തേർഡ് വേൾഡ് സിനിമ എന്ന് പറയുന്നത്. തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്ന് എമർജ് ചെയ്യുന്ന സിനിമ. അപ്പോൾ ഈ തേർഡ് സിനിമ ഫിലിംസ് എന്ന് പറയുന്നത് വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പോർട്രേ ചെയ്യുന്നത് മൂവീസിലൂടെ. അതായത് ലൈഫ് എങ്ങനെയാണോ ലൈഫിനെ എങ്ങനെയാണോ അങ്ങനെ അതുപോലെ റിയലിസ്റ്റിക്കലി ആയിരിക്കും പോർട്രേ ചെയ്യുന്നത്. പോവേർട്ടി, നാഷണൽ ഇഷ്യൂസ്, റെവല്യൂഷൻ, കൊളോണിയലിസം, പിന്നെന്താണ് ക്ലാസ് ഡിസ്ക്രിമിനേഷൻ, ഓരോ രാജ്യങ്ങളിലുള്ള കൾച്ചറൽ പ്രാക്ടീസസ്, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും ഇവർ ഫിലിംസ് ഇറക്കുന്നത്. അപ്പോൾ ഈ ടേം കോയിൻ ചെയ്തിരിക്കുന്നത് അർജന്റീന ഫിലിം മേക്കേഴ്സാണ്. അതായത് ഫെർണാണ്ടോ സൊലാനസും ഒക്ടേവിയോ ജെറ്റിനോയും കൂടിയാണ് തേർഡ് വേൾഡ് സിനിമ എന്നുള്ള ഈ ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. അത് അവരുടെ ഒരു മാനിഫെസ്റ്റോ ആയിട്ടുള്ള ഒരു ബുക്കായിട്ടുള്ള ടുവേർഡ്സ് എ തേർഡ് സിനിമ എന്ന് പറഞ്ഞ് ഒരു വർക്കിനകത്താണ് ഇതിനെ കോയിൻ ചെയ്തിരിക്കുന്നത് 1969. അപ്പോൾ അതുപോലെ തന്നെ ഈ തേർഡ് വേൾഡ് സിനിമാസ് എന്ന് പറയുന്നത് മാർക്സിസവുമായിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ സോഷ്യലിസവുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൊലാനോസും ഗെറ്റിനോവും കൂടി ഇവരുടെ വർക്ക്സിന്, ഇവരുടെ ഈ ഒരു ഐഡിയാസും കാര്യങ്ങളും എല്ലാം, അതായത് ഈ തേർഡ് വേൾഡ് സിനിമയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള ഐഡിയാസ് എല്ലാം കൂടി അവരൊരു ഡോക്യുമെൻ്ററിയുടെ രൂപത്തിൽ ഇറക്കിയിട്ടുണ്ട്. അത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഡോക്യുമെൻ്ററി ആയിരുന്നു. അതിൻ്റെ പേര് ദ അവർ ഓഫ് ദി ഫർണസസ് എന്നാണ്. 1967 അത് റിലീസ് ചെയ്തത്. ആഫ്രിക്കയിൽ തേർഡ് വേൾഡ് സിനിമ അല്ലെങ്കിൽ തേർഡ് സിനിമ എന്ന് പറയുന്നത് ഫിലിംസ് ആയിട്ടുള്ള സല, പിന്നെന്താണ് മൂലാഡ് എന്നൊക്കെ പറഞ്ഞ ഫിലിംസിനകത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ തേർഡ് വേൾഡ് സിനിമാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക അങ്ങനെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് വരുന്ന ഫിലിംസാണ്. അത് യൂറോപ്യൻ സിനിമ ഡോമിനൻസിനെതിരെ അല്ലെങ്കിൽ വെസ്റ്റേൺ സിനിമ ഡോമിനൻസിനെതിരെ കൊണ്ടുവന്ന ഒരു ടേമാണ് തേർഡ് വേൾഡ് സിനിമ എന്ന് പറയുന്നത്. 1960-70s ഇത് പ്രോമിനൻ്റ് ആയത്. അപ്പോൾ മോസ്റ്റ്ലി എന്താണ് ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ വൺസ് ദേ വെയർ അണ്ടർ വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ ബ്രിട്ടന്റെ കീഴിലുള്ള അല്ലെങ്കിൽ കൊളോണിയലിസത്തിൽ ഉണ്ടായിരുന്ന കൺട്രീസ് ആയിരിക്കും തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ കൂടുതലും ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് റിയാലിറ്റീസ്, പോവേർട്ടി, ഓപ്പറേഷൻ, ഇക്വാളിറ്റി, അതുപോലെ തന്നെ കൊളോണിയൽ, പോസ്റ്റ് കൊളോണിയൽ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ എന്താണ് ഈ ഹോളിവുഡ് ഗ്ലാമർ ഇല്ലാത്ത പടങ്ങളാണ് ഇവർ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഫോക്കസ് കൊടുക്കുന്നത്. റിയലിസം, ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി, നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സിനെ യൂസ് ചെയ്യുക, റിയൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുക, സ്റ്റുഡിയോസ് അല്ലാതെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് ടെക്നിക്സ് ആയിരിക്കും. ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, ആക്ടിവിസം കൊണ്ടുവരിക. നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ ആയിരിക്കും, കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കത്തില്ല, ഒരു ലോജിക്കൽ ഓർഡർ കാണത്തില്ല. മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റീസിൻ്റെ വോയിസ് റെപ്രസെൻ്റ് ചെയ്യുന്ന മൂവീസ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പിന്നെ ഒരു നമ്മളെ സിനിമ ഇങ്ങനത്തുള്ള റിയലിസ്റ്റിക്കലി പോർട്രേ ചെയ്യുന്ന ഒരാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യജിത് റേയുടെ ഫിലിംസ് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡോക്യുമെൻ്ററി ഫിലിംസ് ആണ്. ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് വെച്ചാൽ നോൺ ഫിക്ഷൻ ഫിലിംസ് ആണ്. അത് റിയൽ ലൈഫ് ഇവൻസിനെ അല്ലെങ്കിൽ പീപ്പിളിനെ അല്ലെങ്കിൽ ഇഷ്യൂസിനെ കാണിക്കുന്നതാണ് ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് പറയുന്നത്. അതായത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഇൻഫോം ചെയ്യാൻ, റിയാലിറ്റിയെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓഡിയൻസിനെ ഒന്ന് പെർസ്യൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള മൂവീസാണ് ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് റിയൽ ഇവൻസും ഫാക്റ്റുകളും കാണും. ആക്ച്വൽ പീപ്പിളിനെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്, ആക്ടേഴ്സ് ആയിരിക്കത്തില്ല. ഒരുമാതിരി ഇൻ്റർവ്യൂസും ഒക്കെ കാണും, അല്ലെങ്കിൽ ആളുകളുടെ ടെസ്റ്റിമണീസ് ഒക്കെ കാണും. വോയിസ് ഓവർ നറേഷൻ കാണും, ഒരാൾ നറേറ്റ് ചെയ്യുന്നതായിരിക്കും. ആക്ച്വൽ ഫുട്ടേജ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യാം. ട്രൂത്ത് അല്ലെങ്കിൽ ഒതൻറ്റിസിറ്റിക്കാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോഷ്യൽ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് കാണും. അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റിങ്ങും റിയൽ ലൊക്കേഷനും ആയിരിക്കും. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഓഡിയൻസിൻ്റെ ഇടയിൽ എൻകറേജ് ചെയ്യും. അത് സബ്ജക്റ്റീവ് ആവാം, അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ആവാം, അല്ലാതുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ആവാം. വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ലോ ബഡ്ജറ്റിലായിരിക്കും ഇത് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഡോക്യുമെൻ്ററീസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഒബ്സർവേഷണൽ ഡോക്യുമെൻ്ററി ഉണ്ട്, പാർട്ടിസിപ്പേറ്ററി ഡോക്യുമെൻ്ററി ഉണ്ട്, പൊയറ്റിക് ഡോക്യുമെൻ്ററി ഉണ്ട്. ഈ ഡോക്യുമെൻ്ററി എന്നുള്ള ടേം തന്നെ കോയിൻ ചെയ്ത് ജോൺ ഗ്രേയർസൺ എന്ന് പറഞ്ഞൊരാളാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഡോക്യുമെൻ്ററി എന്നുള്ള ടേം കോയിൻ ചെയ്തത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഡോക്യുമെൻ്ററി
ഫിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്യുമെൻ്ററി ഫിലിം എന്നുള്ളത് സ്കോട്ടിഷ് ഡോക്യുമെൻ്റേറിയനാണ് ഈ ജോൺ ഗ്രിയർസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റോബർട്ട് ഫ്ലാഹേർട്ടിയുടെ ഫിലിമായിട്ടുള്ള മോണ അത് അദ്ദേഹം റിവ്യൂ ചെയ്തപ്പോഴാണ് ഈ ഒരു ടേം അദ്ദേഹം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതായത് ക്രിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ആക്ച്വാലിറ്റി, ആക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ ക്രിയേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഫിലിംസിനെയാണ് നമ്മൾ ഡോക്യുമെൻ്ററി ഫിലിംസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ ഈ ടേം കോയിൻ ചെയ്ത ജോൺ ഗ്രിയർസൺ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റോബർട്ട് ഫ്ലാഹേർട്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യനും ഡോക്യുമെൻ്ററീസ് ഒക്കെ എടുത്തിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി റോബർട്ട് ഫ്ലാഹേർട്ടിയുടെ എന്ന് വെച്ചാൽ 1922 പുറത്തിറക്കിയ നനൂക്ക് ഓഫ് ദി നോർത്ത്. അതെന്ന് വെച്ചാൽ എസ്കിമോസിൻ്റെ ലൈഫിനെ കുറിച്ച് വളരെ റിയലിസ്റ്റിക്കലി പോർട്രേ ചെയ്യുകയായിരുന്നു. അത് അദ്ദേഹം എന്തെന്ന് വെച്ചാൽ അവിടെ തന്നെ അവരുടെ കൂടെ 16 മാസം ജീവിച്ച് അവരുടെ ലൈവ് ജീവിതങ്ങൾ പഠിച്ച് ഫിലിമാക്കിയതാണ്. ഓക്കെ, അത് വലിയ ഇൻ്റർനാഷണൽ സക്സസ് ആയിരുന്നു. അപ്പോൾ അതൊരു സബ്ജക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണൽ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ്. ബ്രിട്ടനിലും ഒരുപാട് ഡിഫറെൻറ്റ് ഫിലിം മേക്കേഴ്സ് വന്നു ഈ ഡോക്യുമെൻ്ററീസ് ഒക്കെ ഇറക്കാൻ. ആൻഡ് അങ്ങനെയുള്ളവരുടെ ഫിലിം മൂവ്മെൻറ്റിനെയാണ് ഡോക്യുമെൻ്ററി ഫിലിം മൂവ്മെൻറ്റ് എന്ന് വിളിച്ചത്. അതിനകത്തുള്ള ആളാണ് ഹാരി വോട്ട്, ബേസിൽ റൈറ്റ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ. പിന്നെ ഡ്രിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്, ഡയറി ഫോർ തിമോത്തി എന്ന് പറഞ്ഞൊരു വർക്കുണ്ട് കേട്ടോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഡോഗ്മേ 95 എന്നുള്ളൊരു ടേമാണ്. ഡോഗ്മേ 95 എന്ന് വെച്ചാൽ ഒരു ഫിലിം മൂവ്മെൻ്റ് ആണ്. അത് ഡെൻമാർക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് 1995. അതായത് ഈ ഫിലിം മേക്കിങ്ങിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ എലമെൻസിനെ എല്ലാം റിമൂവ് ചെയ്ത് ഫിലിം മേക്കിങ്ങിനെ പ്യൂരിഫൈ ചെയ്യുക. അപ്പോൾ തോമസ് വിൻ്റർബെർഗും ലാർസ് വോൺ ട്രയറുമാണ് ഡോഗ്മേ 95ൻ്റെ ഫൗണ്ടേഴ്സ്, ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഒന്നുമില്ല, ഷൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ലൊക്കേഷനിൽ നടത്തണം, സെറ്റുകൾ പാടില്ല അല്ലെങ്കിൽ സ്റ്റുഡിയോസ് പാടില്ല, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിരിക്കണം, ആർട്ടിഫിഷ്യാലിറ്റി പാടില്ല, സൗണ്ട് ഇമേജസിനൊപ്പം തന്നെ അങ്ങ് റെക്കോർഡ് ചെയ്ത് പോകണം, അല്ലാതെ ഡബ്ബിങ് പറ്റത്തില്ല, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറ്റത്തില്ല, അത് സീനിൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ക്യാമറ കയ്യിൽ പിടിച്ച് തന്നെ, അതായത് ഹാൻഡ് ഹെൽഡ് ക്യാമറാസ് തന്നെ യൂസ് ചെയ്യണം, ഫിലിം കളറിലായിരിക്കണം, സ്പെഷ്യൽ ലൈറ്റിങ് പാടില്ല, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ഷനും പാടില്ല. പിന്നെന്താണ്, ഹൊറർ, ത്രില്ലർ ഇങ്ങനത്തുള്ള ജോണറിനെ എല്ലാം റിജക്റ്റ് ചെയ്തിരുന്നു ഈ മൂവ്മെൻറ്റ്. 35 mm ആയിരിക്കണം ഫിലിം ഫോർമാറ്റ്. പിന്നെ ഡയറക്ടറിനെ ക്രെഡിറ്റ് ചെയ്യരുത് എന്ന് വെച്ചാൽ ആൻറ്റി ഒട്ടേർ തിയറിയാണ് ഇതിനകത്ത് വരുന്നത്. ഡയറക്ടറിനാണ് ഒട്ടേർ തിയറി എന്ന് വെച്ചാൽ എന്താണ്, ഡയറക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഡയറക്ടറിൻ്റെ പേര് നാളും ഒന്നും, അതായത് ഡയറക്ടറിന് ഒരു ക്രെഡിറ്റും കൊടുക്കരുത്. സ്റ്റോറിക്കും ആക്ടിങ്ങിനും വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ, ടെക്നോളജിക്ക് ആവരുത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എഫക്റ്റും പാടില്ല. റിയലിസത്തിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വളരെ സിമ്പിൾ ആയിരിക്കണം. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഡോഗ്മേ ഫിലിംസ് എന്ന് പറയുന്നത് തോമസ് വിൻ്റർബെർഗിൻ്റെ ദ സെലിബ്രേഷൻ, പിന്നെ ലാർസ് വോൺ ട്രയറിൻ്റെ ദ ഇഡിയറ്റ്സ് എന്നുള്ളത് ഡോഗ്മേ 95ൻ്റെ ഒരു ഫിലിമാണ്. ഓക്കെ, അപ്പോൾ ഡോഗ്മേ, പിന്നെ ഇവർ രണ്ടുപേരും കൂടി, അതായത് ലാർസ് വോൺ ട്രയറും തോമസ് വിൻ്റർബെർഗും കൂടി ചേർന്നിട്ട് ഫിലിം മേക്കിംഗ് റൂൾസ് ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ ഡോഗ്മേ 95 മാനിഫെസ്റ്റോ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വോവ്സ് ഓഫ് ചേസ്റ്റിറ്റി എന്ന് വിളിക്കും. ഓക്കെ, പ്യൂരിഫൈ ചെയ്യുന്നു ഫിലിംസിനെ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറി, ആക്ടിങ് ആൻഡ് തീമൊക്കെ ആയിരിക്കും ഇവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ പവർ തിരിച്ചെടുക്കുക എന്നുള്ളൊരു മൂവ്മെൻ്റ് ആണ് കേട്ടോ ഇത്.